വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ഒറ്റഘട്ടമായി തന്നെ 2 ടൗൺഷിപ്പുകളിലായി പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനം. ടൗൺഷിപ്പിന്റെ രൂപരേഖ സർക്കാർ പുറത്തുവിട്ടു. കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ 58.5 ഹെക്ടർ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 48.96 ഹെക്ടർ ഭൂമിയിലുമാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ഒറ്റഘട്ടമായി തന്നെ 2 ടൗൺഷിപ്പുകളിലായി പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ടൗൺഷിപ്പിന്റെ രൂപരേഖ സർക്കാർ പുറത്തുവിട്ടു. കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ 58.5 ഹെക്ടർ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 48.96 ഹെക്ടർ ഭൂമിയിലുമാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക. നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെൻറ്റ് സ്ഥലത്തും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് സ്ഥലത്തും 1000 ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. സ്കൂൾ, ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വാണിജ്യ കെട്ടിടങ്ങൾ, അംഗൻവാടി, മൃഗാശുപത്രി, മാർക്കറ്റ്, സ്പോർട്സ് ക്ലബ്ബ്, ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് പദ്ധതി. കിഫ്കോണിൻ്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കലിനായിരിക്കും നിർമ്മാണ ചുമതല. 750 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സഹായ സന്നദ്ധതയുമായി 38 സ്പോൺസർമാരുമുണ്ട്. വീട് നഷ്ടപ്പെട്ടവരെയും വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കും. വീടിരിക്കുന്ന ഭൂമിയുടെ പൂർണ്ണ അവകാശം ഗുണഭോക്താക്കൾക്കായിരിക്കും. പക്ഷേ കൈമാറ്റത്തിന് ചെറിയ നിബന്ധനയുണ്ടാകും. ജനുവരി 25-നകം ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമായി തയ്യാറാക്കും. അതേസമയം ടൗൺഷിപ്പിനുള്ളിൽ വീട് ആവശ്യമില്ലാത്തവർക്ക് പുറത്ത് വീട് വെച്ച് താമസിക്കാൻ 15 ലക്ഷം രൂപ വീതം നൽകും. ഇതേ തുക തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കും നൽകുക. വയനാട് ദുരന്ത പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ വിലനിർണ്ണയ സർവേ 5 ദിവസത്തിനകം പൂർത്തീകരിക്കും. 10 ടീമുകളായി തിരിഞ്ഞാണ് സർവേ പുരോഗമിക്കുന്നത്. പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷമുള്ള സ്ഥലമാണ് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുക. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.